അപ്പോൾ അതിന് വേണ്ടിയിട്ട് മരുന്ന് തന്നു. ഇതൊന്നും മാറ്റം വന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ വേറൊരു ഡോക്ടറെ അടുത്ത് മാറി കാണിച്ചൊരു പ്രൊഫസർ. അപ്പോൾ പ്രൊഫസർ എന്നോട് പറഞ്ഞു, നിങ്ങൾ പ്രഷർ കൂടുതലാണ് കണ്ണിന്, അതുകൊണ്ടാണ് തീവ്രത്തിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അയാളൊക്കെ മരുന്നെല്ലാം തന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണുമെന്ന് പറഞ്ഞ് വീണ്ടും പോയപ്പോൾ പ്രഷറിനൊരു മാറ്റമില്ല. വീണ്ടും അത് 20, 30, 40 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പം ലാസ്റ്റ് അവർ ഞാൻ വേറെ ഒരു ഡോക്ടർക്ക് എഴുത്ത് തന്നു. ആ എഴുത്ത് പ്രകാരം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കണ്ണിൻ്റെ ഇവിടെ ബ്ലോക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ വീണ്ടും അയാളടുത്ത് പോയില്ല. വേറെ ഒരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ ഒരു പ്രൊഫസറായിരുന്നു. ആ പ്രൊഫസർ മെഡിക്കൽ കോളേജിലെ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇത് ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാറുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. പക്ഷേ ഇഞ്ചക്ഷൻ എടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കാണണമെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് പോയാലോ എന്തില്ല, പ്രഷർ കുറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ അവർ വേറെ മരുന്ന് മാറ്റി തന്ന് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയ സമയത്ത് പോകുന്ന സമയത്താണ് ഞാൻ ആക്സിഡൻ്റ് ആയിട്ട് കിടപ്പിലായി. ആക്സിഡൻ്റായി കിടപ്പിൽ 6 മാസത്തോളം കിടന്നു. അപ്പോൾ പിന്നെ എഴുന്നേൽക്കാൻ തുടങ്ങി. പെട്ടെന്ന് പറയുന്നത് തന്നെയാണ്. പിന്നെ രണ്ടാമത് എഴുന്നേൽക്കാൻ തുടങ്ങിയ സമയത്ത് വീണ്ടും ഞാൻ ഈ ഡോക്ടറെ പോയി. ഈ ഡോക്ടറിനോട് പറഞ്ഞ് അന്ന് ചെക്ക് ചെയ്ത സമയത്ത് കണ്ണിൻ്റെ പ്രഷർ 50 ആയിരുന്നു. അടുത്ത കണ്ണിന് 19 നോർമലാണ്. അടുത്ത കണ്ണിന് മാത്രം പ്രശ്നമാണ്. അപ്പം എന്നോട് പറഞ്ഞ് നിർബന്ധമായിട്ട് നാളെ തന്നെ വന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കില്ല, വേറെ ആൾക്കാരില്ല. അങ്ങനെ ഞാൻ ഓരോരുത്തരോട് ചോദിച്ചു, ഒന്നിച്ച് ആളുണ്ടെങ്കിൽ മാത്രമേ ഈ ഇഞ്ചക്ഷൻ തരും. അങ്ങനെ കുറേ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ആർക്കും സമയമില്ലെന്ന് പറഞ്ഞു. അത് ഞാൻ എൻ്റെ ലീഡറായ ഭാസ്കരേട്ടനോട് തന്നെ സംഭവം പറഞ്ഞു. അപ്പോൾ ഭാസ്കരേട്ടൻ പറഞ്ഞ് എന്ത് തിരക്കുണ്ടെങ്കിൽ ഞാൻ വരും. അങ്ങനെ ഭാസ്കരേട്ടനെ കൂട്ടി ആടെ പോയി ഡോക്ടറെ. അപ്പോൾ ആടെ ചെന്ന് ഭാസ്കരേട്ടൻ ആടെ ചെല്ലുന്നതിൻ്റെ തലേദിവസം, അതായത് ഈ കണ്ണിന് 50 പ്രഷർ എന്ന് പറഞ്ഞ ആ ദിവസം ഈ ബയോടെറിറ്റിൻ്റെ കിടക്കയും പില്ലോ കവർ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞ് പിറ്റേന്നാണ് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്. അവിടെ എത്തിക്കുന്ന സമയത്ത് 2 കണ്ണിയും നോർമൽ. അതായത് ഈ 50 ഉള്ളതും 15, ഈ 19 ഉള്ളതും 15. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡോക്ടർക്ക് തന്നെ ഒരു അത്ഭുതം. ഡോക്ടർ എങ്ങനെ എന്താ സംഭവിച്ചെന്നുള്ളത് തിരിയാത്ത രീതിയിലാണ് തന്നെ നോക്കുന്നത്. ഞാൻ സംഗതി എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ഇത്ര നാളുകൾ കൃത്യമായിട്ട് മരുന്ന് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് പ്രഷർ കുറയാണ്ടുന്നത്. ഇപ്പം കൃത്യമായിട്ട് നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രഷർ കുറയുന്നുണ്ട്. ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇത് ഇപ്പം ഒത്തിരി ദിവസം ഉപയോഗിച്ചിട്ടുണ്ട്. പാട്ടായില്ലാത്ത ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം 15 കാണിക്കുന്നു പ്രഷർ.